ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനദീപം പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒരുക്കുന്ന 9 ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനാ പരമ്പരയുടെ 2ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളുടെ സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്നും പിറന്ന് പാന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിക്കുന്നവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സങ്കീർത്തനങ്ങൾ 127 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. സങ്കീർത്തനം 128 1-2 തിരുവചനങ്ങൾ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ച ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങയുടെ സമാധാനം അയക്കണമേ. ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ അസ്വരസ്യങ്ങളും ഭിന്നതകളും അങ്ങ് നീക്കിക്കളയണമേ. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ച ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങയുടെ സമാധാനം അയക്കണമേ. ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ അസ്വരസ്യങ്ങളും ഭിന്നതകളും അങ്ങ് നീക്കിക്കളയണമേ. പിതാവേ, അങ്ങ് ഞങ്ങളുടെ വീടിനെ പണിയണമേ. അങ്ങ് ഞങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളെയും മുതിർന്നവരെയും അങ്ങയുടെ ചിറകിൻ കീഴിൽ മറയ്ക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവരുടെ വഴികൾ അങ്ങ് നേരെയാക്കും എന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ദൈവഭയവും അങ്ങയോടുള്ള സ്നേഹവും വർദ്ധിപ്പിക്കണമേ. കുടുംബത്തിൽ സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ. സാമ്പത്തിക പ്രയാസങ്ങൾ നീക്കി അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൈകളുടെ അധ്വാനഫലം സന്തോഷത്തോടെ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും സമാധാനവും സ്നേഹവും എന്നും നിറഞ്ഞു നിൽക്കാൻ കൃപ നൽകണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. 3-ാം ദിവസമായ നാളെ നമുക്ക് വീണ്ടും ഒരുമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.